ഭൗമരാഷ്ട്രീയ രംഗത്തെ കടുത്ത ശത്രുത ഇപ്പോൾ രാജ്യാന്തര കായിക വേദികളിലേക്കും പടരുന്നതിന്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഫുട്ബോൾ മൈതാനത്തെ ആവേശകരമായ മത്സരങ്ങൾക്കപ്പുറം വിസനിഷേധവും ആരാധകർക്കെതിരെയുള്ള നിയന്ത്രണങ്ങളും മൂലം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കായിക രംഗത്തും കടുത്ത സ്ഫോടനാത്മകമായ അവസ്ഥയിലെത്തിച്ചിരിക്കുകയാണ്. ഇറാന്റെ ദേശീയ ഫുട്ബോൾ ടീമിലെ പ്രധാന സ്റ്റാഫുകൾക്ക് വിസ നിഷേധിച്ചതും യാത്രയ്ക്കായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയ ഇറാൻ ആരാധകരുടെ ടിക്കറ്റുകൾ റദ്ദാക്കിയതുമാണ് പുതിയ അന്താരാഷ്ട്ര വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാനിയൻ കായിക മന്ത്രാലയവും ഔദ്യോഗിക വക്താക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. കായിക രംഗത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് ടെഹ്റാൻ ആരോപിക്കുന്നു. കളിക്കളത്തിൽ ഇറാന്റെ പ്രകടനത്തെയും മാനസിക വീര്യത്തെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ആസൂത്രണങ്ങളാണ് വേദിക്ക് പിന്നിൽ നടക്കുന്നതെന്നാണ് ഇറാന്റെ പ്രധാന ആക്ഷേപം. ഒരു അന്താരാഷ്ട്ര കായിക മാമാങ്കം നടക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട അടിസ്ഥാനപരമായ ചില മര്യാദകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ പരിഗണന നൽകുക എന്നത്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ കടുത്ത വിവേചനമാണ് ഉണ്ടായതെന്ന് ഇറാൻ ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്നു. ടീമിന്റെ പരിശീലകർക്കും മെഡിക്കൽ സ്റ്റാഫുകൾക്കും വിസ നൽകാതിരിക്കുന്നത് കളിക്കാരുടെ സുരക്ഷയും പ്രകടനത്തെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. മത്സരങ്ങൾക്ക് നേരിട്ട് കാണാനും തങ്ങളുടെ ടീമിനെ പ്രോത്സാഹിപ്പിക്കാനുമായി മാസങ്ങൾക്ക് മുൻപ് യാത്രയ്ക്കുള്ള ടിക്കറ്റുകളും താമസ സൗകര്യങ്ങളും ബുക്ക് ചെയ്ത ആയിരക്കണക്കിന് സാധാരണക്കാരായ ഇറാൻ ആരാധകരാണ് ഇപ്പോൾ വഴിയിലിരിക്കുന്നത്. വിധ മുൻകൂട്ടി പാലിക്കലുകളുമില്ലാതെ ഇവരുടെ ടിക്കറ്റുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയത് അന്താരാഷ്ട്ര കായിക നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ ആരോപിക്കുന്നു. കായിക പ്രേമികളായ ജനങ്ങളോട് കാണിക്കുന്ന ഈ ക്രൂരത വെച്ചു പൊറുപ്പിക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഈ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര കായിക വേദിയിൽ വലിയൊരു നയതന്ത്ര യുദ്ധത്തിന് തന്നെയാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. രാജ്യാന്തര മത്സരങ്ങൾ നടത്തുമ്പോൾ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ പുലർത്തേണ്ട നിഷ്പക്ഷത, നീതിപൂർവമായ പെരുമാറ്റം, തുല്യനീതി എന്നിവയെല്ലാം ഇവിടെ കാറ്റിൽ പറത്തപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾ തീർക്കാനുള്ള വേദിയായി കായിക രംഗത്തെ മാറ്റുന്നത് വരും കാലങ്ങളിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്ന് സ്പോർട്സ് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിവാദം ആഗോളതലത്തിൽ പുകയുന്ന പശ്ചാത്തലത്തിൽ ലോക ഫുട്ബോളിന്റെ പരമാധികാര സംഘടനയായ ഫിഫ ഒടുവിൽ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം അതീവ ഗൗരവമുള്ളതാണെന്ന് ഫിഫ നേതൃത്വം സമ്മതിക്കുന്നു. ഇറാന്റെ ഫുട്ബോൾ ഫെഡറേഷനുമായി ചേർന്ന് ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി ഫിഫ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ടിക്കറ്റ് നഷ്ടപ്പെട്ട ആരാധകർക്ക് അത് തിരികെ നൽകാനും വിസ നിഷേധിക്കപ്പെട്ട ടീം അംഗങ്ങളുടെ കാര്യത്തിൽ പുനർവിചിന്തനം നടത്താനും ഫിഫ ആതിഥേയ രാജ്യത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് വിസ നടപടികളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മറുവശം. ഇത് ഫിഫയുടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കായിക ചരിത്രത്തിലേക്ക് നോക്കിയാൽ രാഷ്ട്രീയ ശത്രുത നിലനിൽക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ മൈതാനത്ത് ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും കടുത്ത വൈകാരിക അന്തരീക്ഷം ഉണ്ടാകാറുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരങ്ങൾ ഇതിനു മുൻപും ലോകം വലിയ ആകാംക്ഷയോടെയാണ് വീക്ഷിച്ചിട്ടുള്ളത്. എന്നാൽ കളിക്കളത്തിന് പുറത്തു നടക്കുന്ന ഇത്തരം വിസ നാടകങ്ങൾ കളിയുടെ ആവേശത്തെ കെടുത്തിക്കളയുന്നവയാണ്. ഈ വിസ വിവാദം കായിക പ്രേമികൾക്കിടയിലും കടുത്ത ചേരിതിരിവിന് കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയും ഫിഫയും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമില്ലാത്ത കായികമെന്ന ആദർശം വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പരക്കെ ഉയരുന്നത്. ശക്തി രാജ്യങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ കായിക മേളകളെ ആയുധമാക്കുന്നത് തടയാൻ കർശനമായ നിയമങ്ങൾ വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത്. തങ്ങളുടെ സ്റ്റാഫുകൾക്കും ആരാധകർക്കും പൂർണ്ണമായ സുരക്ഷയും നീതിയും ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മത്സരങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം ഉൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇറാൻ നീങ്ങിയേക്കുമെന്നും ചില കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് ടൂർണമെന്റിന്റെ ആകെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കും. യുദ്ധക്കളത്തിലെ പോരാട്ടങ്ങൾക്കപ്പുറം കായിക രംഗത്തും അമേരിക്കയെയും മറ്റു പാശ്ചാത്യ ശക്തികളെയും പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞത് ഇറാന് നയതന്ത്രപരമായി വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. രാജ്യാന്തര സമൂഹത്തിന് മുൻപിൽ തങ്ങൾ ഇരകളാക്കപ്പെടുകയാണെന്ന് സ്ഥാപിക്കാൻ ഇറാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും പ്രതിഫലിച്ചേക്കാം. നിലവിൽ ഫിഫയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അടിയന്തര ഇടപെടലുകളിലാണ് എല്ലാവരുടെയും കണ്ണ്. ആരാധകർക്ക് യാത്ര ചെയ്യാനും തങ്ങളുടെ ടീമിനെ പിന്തുണയ്ക്കാനുമുള്ള അവകാശം പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നാണ് ഇനി അറിയേണ്ടത്.
വരും ദിവസങ്ങളിൽ ഈ കായിക നയതന്ത്ര നാടകം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ ഉറ്റുനോക്കുകയാണ്.